ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. കുറേ നാളായല്ലേ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഞാനും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ വേറെ കുറേ തിരക്കുകൾ, ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാഞ്ഞത്. രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ടൊക്കെ കിടക്കാമെന്ന് കരുതി. ഈ പക്കാവട എനിക്കല്ല കേട്ടോ, ഇവിടെ പക്കാവട ഇഷ്ടമുള്ള ഒരാളുണ്ട്. രാവിലെ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് അവൾക്കും എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നേരത്തെയൊക്കെ ബിസ്ക്കറ്റിനോടായിരുന്നു ഇഷ്ടം, ഇപ്പോൾ അവൾക്ക് പക്കാവടയാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ ഞങ്ങൾ ചായ കുടിക്കാണ്ടിരിക്കുമ്പോൾ അവൾ വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കും. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും. പാവമാണ് ആൾ. ഇപ്പം ഇവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ഇവിടെ അടുത്തൊരു വീട്ടിലേ ആയിരുന്നു. എവിടുത്തെയാണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പാവമാണ്. പിന്നെ ഈ ഒരു ടേബിൾ ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്യാനും അതുപോലെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തൊക്കെ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അകത്തുമൊക്കെ വെക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ രാവിലെ ഇവിടെ ദോശയാണ്. അപ്പം ഞാൻ കരുതി കുട്ടി കുട്ടി ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ചൂടോടെ കഴിക്കാൻ രസമാണല്ലോ എന്ന് കരുതി. അപ്പം അങ്ങനെയൊന്ന് മാറ്റി പിടിച്ചതാണ്. സാമ്പാറൊക്കെ ഓൾറെഡി റെഡി ആയിരിപ്പുണ്ട്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാനങ്ങ് മറന്നുപോയി. പിന്നെ ഇത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം രാവിലെ ജോലിയും ഒതുങ്ങുമല്ലോ. എൻ്റെ ബീട്രൂട്ടും വെണ്ടയ്ക്ക കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ തട്ടിക്കുട്ട് മെഴുക്കുവരട്ടിയാണ്. പിന്നെ പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. സീതപ്പഴമൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം 1-2 എണ്ണം കൂടെ പഴുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. അടുത്തത് ഉണ്ടാകുമായിരിക്കും. മോളിക്കുട്ടി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇത് അങ്ങ് പോയി നിൽക്കുവാണ്. ഇനി അവളെ വിളിച്ചിട്ട് വരണം. ഇത് പിന്നെ ഞാൻ നയൻതാരയുടെ ഒരു എയർപോർട്ട് ലുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ കാണുന്ന ആ ഒരു പാറ്റേണിൽ നിന്നൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കരുതി ഇങ്ങനെ അങ്ങനത്തെ ഒരു മോഡൽ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയൽ കുറേ ഓൺലൈൻ സ്റ്റോറിൽ നോക്കിയിട്ടൊക്കെ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോസ് എടുക്കാൻ നിങ്ങളിവിടെ കാണിക്കാമെന്ന്. ഇപ്പോൾ ഉടനെ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് ഇടാം കേട്ടോ. ഇത് പിന്നെ ഒരു കസ്റ്റമറിൻ്റെ ബ്ലൗസാണ്, ഓണത്തിന് സെറ്റ് സാരിയുടെ കൂടെ ചെയ്യാൻ. ഇനി ഇതിപ്പം വർക്കൊക്കെ കഴിഞ്ഞിരിക്കുവാണ്, ഇനി സ്റ്റിച്ച് ചെയ്യണം. ഇത് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ആളിതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ടാണ് കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പം അതൊക്കെ ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ലൈൻ ടോപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. ഡിസൈനൊക്കെ ഒരേപോലെ തന്നെ ഉള്ളതാണ്. കളർ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. മെറ്റീരിയലും എല്ലാം സെയിം ആണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു 2-3 ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു നമ്മുടെ നോച്ചഡ് വീനക്കിൻ്റെ ഒരു പാറ്റേൺ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കിതിൻ്റെ 2-3 ഓർഡർ വന്നു. അപ്പോൾ മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതും ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഒരു വർക്ക് കൂടെ ഉണ്ട്, ഇച്ചിരിയും കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്ത് തീർക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.